എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിലെ മദ്രസകളെക്കുറിച്ച്, മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മയെക്കുറിച്ച് ഒക്കെ തന്നെ ശ്രീ KT ജലീൽ MLA പറഞ്ഞപ്പോൾ വലിയ വിവാദമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു പ്രാക്ടീസിംഗ് മുസ്ലിമായിട്ടുള്ള വ്യക്തിയാണ് ശ്രീ KT ജലീൽ. മുൻപ് പലപ്പോഴും പല ആൾക്കാരും ഇസ്ലാം മതത്തിനെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്ന സമയത്തെല്ലാം തന്നെ അതിനെ പ്രതിരോധിക്കാനൊക്കെ തന്നെ മുന്നിൽ നിന്നിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ ജലീൽ. ഇപ്പോൾ ജലീലിൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാകുമ്പോൾ അതിനെ വലിയ അസഹിഷ്ണുതയോടെ നേരിടുന്ന കുറേയധികം ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ജലീൽ എന്താണ് സത്യത്തിൽ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണോ ഉള്ളത്? അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്ന വിമർശനം നീതീകരിക്കത്തക്കതാണോ അല്ലയോ എന്നിവയാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. കാണുക. ശ്രീ ജലീൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ നാട്ടിൽ ഇന്നുണ്ടാകുന്ന സ്വർണ്ണക്കടത്ത് കേസുകൾ, ലഹരിയുമായി ബന്ധപ്പെട്ട് അത് MDMA ആയാലും കഞ്ചാവായാലും മറ്റ് രാസലഹരികളായാലും അതുമായി ബന്ധപ്പെട്ട കേസുകൾ, അതേപോലെ തന്നെ ഹവാല പണമിടപാട്, മറ്റുള്ള ആൾക്കാരോട് പ്രത്യേകിച്ച് അധ്യാപകരോട് ആദരവ് പ്രകടിപ്പിക്കാത്ത ആൾക്കാർ, അച്ചടക്കം ജീവിതത്തിൽ തീരെ ഇല്ലാത്ത ആൾക്കാർ, ഇങ്ങനെയുള്ള കുറേയധികം കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ വൈകൃതങ്ങളൊക്കെ കാണിക്കുന്ന ആൾക്കാരെ പരിഗണിക്കുമ്പോൾ അതിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലായിട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അത് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തെ വിമർശിക്കുന്ന പല ആൾക്കാരും അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കണക്കുകളെല്ലാം തന്നെ മതാടിസ്ഥാനത്തിലാണോ നമ്മൾ പരിഗണിക്കേണ്ടത്? കാരണം ഇതൊക്കെ തന്നെ സാമൂഹ്യമായിട്ടുള്ള വിപത്തുകളാണ്, തെറ്റായിട്ടുള്ള സ്വഭാവങ്ങളാണ്, കുറ്റകൃത്യങ്ങളാണ്. അതിനെ ഓരോ മതത്തിൻ്റെ അടിസ്ഥാനത്തിലും വേർതിരിച്ച് കണ്ട് അതിൽ ഓരോ മതത്തിൽപ്പെട്ട ആൾക്കാരുടെ എണ്ണം ഇത്രയാണ് എന്നാണോ ഒരു സാമൂഹ്യമായിട്ടുള്ള കുറ്റകൃത്യത്തിനെ അല്ലെങ്കിൽ ഒരു സ്വഭാവ വൈകൃതത്തിനെയൊക്കെ തന്നെ കാണേണ്ടത് എന്നതാണ് പലരും അദ്ദേഹത്തിനോട് വിമർശന ബുദ്ധിയാ ചോദിക്കുന്നത്. എന്നാൽ ജലീൽ പറയുന്ന ഏറ്റവും കാതലായിട്ടുള്ള കാര്യം, മുസ്ലിങ്ങൾക്ക് മതപഠനം എന്നത് അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ ലഭ്യമാകുന്ന ഒരു കാര്യമാണ്. അത് ഒരു ധാർമ്മിക പഠനമാണ്. ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും ഉയർന്ന ധാർമ്മിക മൂല്യം പ്രദർശിപ്പിക്കുക എന്നുള്ള അടിസ്ഥാനത്തിലാണ് മദ്രസ വിദ്യാഭ്യാസം ചെറിയ പ്രായം മുതൽ തന്നെ മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ധാർമ്മികത എന്താണ് എന്ന് കുട്ടികളെ മനസ്സിലാക്കി അതിനനുസരിച്ച് അവരെ ഉത്തരവാദിത്ത ബോധമുള്ള, ദൈവവിശ്വാസമുള്ള പൗരന്മാരാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നതിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം. അങ്ങനെ ധാർമ്മിക വിദ്യാഭ്യാസം ചെറിയ പ്രായം മുതൽ തന്നെ മദ്രസകളിൽ നിന്ന് ലഭിക്കുന്ന മുസ്ലിം യുവാക്കൾ എന്തുകൊണ്ടാണ് വഴിതെറ്റുന്നത് എന്നും അവർ ക്രിമിനൽ പ്രവൃത്തികളിലേക്ക്, സ്വഭാവ വൈകൃതങ്ങളിലേക്ക് ഒക്കെ പോകുന്നത് എന്നതുമാണ് അദ്ദേഹം ഉയർത്തുന്ന കാതലായിട്ടുള്ള പ്രശ്നം. അതല്ലാതെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം മതവിഭാഗത്തിൽ നിന്ന് ഇത്രയധികം ആൾക്കാരുണ്ട്, അവരാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ക്രിമിനൽ പ്രവൃത്തികൾ ചെയ്യുന്നത് എന്നൊന്നും പറഞ്ഞ് സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഉദ്ദേശം. മറിച്ച് ഇതര മതവിഭാഗങ്ങളിൽ നിന്ന് അങ്ങനെ ആൾക്കാരുണ്ടാകുമ്പോൾ പോലും മുസ്ലിം മതവിഭാഗത്തിൽ നിന്ന് ഉണ്ടാകാനേ പാടില്ലാത്തതാണ്. എന്നിട്ട് പോലും വളരെ കൂടുതലാണ് മുസ്ലിങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം ഒരു കമ്പാരിസൺ പറയുന്നുണ്ട്. അത് ഹിന്ദു മതവിഭാഗവുമായി ബന്ധപ്പെട്ടാണ്. മുസ്ലിങ്ങൾക്ക് ചെറിയ പ്രായം മുതൽ തന്നെ മതവിദ്യാഭ്യാസം മദ്രസകൾ വഴി ലഭിക്കുന്നുണ്ട് എന്നിരിക്കെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള മതവിദ്യാഭ്യാസം അവർക്ക് ഒരു പ്രായത്തിലും ലഭിക്കുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. സമാനമായിട്ടുള്ള മതപാഠശാലകളൊന്നും തന്നെ ഹിന്ദുക്കൾക്കില്ല. ചെറിയ പ്രായം മുതൽ തന്നെ മതം പഠിപ്പിക്കുകയോ ധാർമ്മികമായിട്ടുള്ള ഒരു പഠനം ഔദ്യോഗികമായിട്ട് ഹിന്ദുക്കൾക്ക് ലഭിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ധാർമ്മിക മൂല്യം ഒരുപക്ഷെ മുസ്ലിങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനേക്കാൾ കുറവ് മാത്രമേ ധാർമ്മിക വിദ്യാഭ്യാസം ലഭിക്കാത്ത ഹിന്ദുക്കൾ പ്രദർശിപ്പിക്കാവൂ. എന്നാൽ ഹിന്ദു യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന ധാർമ്മിക മൂല്യമാണ് പുലർത്തുന്നത് എന്നതാണ് ശ്രീ ജലീലിൻ്റെ അഭിപ്രായം. എന്നാൽ ഇവിടെ ശ്രീ ജലീലിനെ വിമർശിക്കുന്നതിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പല പ്രസ്ഥാനങ്ങളിലുമുള്ള ആൾക്കാർ പലപ്പോഴും നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ക്രൈമുകളുടെയൊക്കെ തന്നെ കണക്കെടുത്തിട്ട് അതിൽ ലഹരിക്കടത്താണെങ്കിലും ഹവാല ഇടപാടുകളാണെങ്കിലും സ്വർണ്ണക്കടത്താണെങ്കിലും ഒക്കെ തന്നെ കണക്കെടുത്തതിന് ശേഷം അതിൽ മുസ്ലിം യുവാക്കൾ ഉൾപ്പെട്ടിരിക്കുന്നത് വളരെ ചുരുങ്ങിയ നമ്പർ ഓഫ് കേസുകളിൽ മാത്രമേ ഉള്ളൂ എന്ന് സ്ഥാപിക്കുന്നതിനാണ് ശ്രമിക്കുന്നത്. അത്തരത്തിൽ പല ആൾക്കാരും ചർച്ചകളിലൊക്കെ തന്നെ അഭിപ്രായം പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ ജലീൽ ഉദ്ദേശിച്ചിരിക്കുന്ന പോയിന്റ് അതേയല്ല, മറിച്ച് അങ്ങനെ മുസ്ലിങ്ങളിൽ നിന്ന് ആൾക്കാർ ഉണ്ടാകാൻ പാടില്ല ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ എന്നാണ്. അതല്ലാതെ അതിൻ്റെ നമ്പർ കുറവായതുകൊണ്ട് മുസ്ലിങ്ങൾ ഇങ്ങനെ ഒരു വലിയ പ്രശ്നം നേരിടുന്നില്ല എന്നല്ല വ്യാഖ്യാനിക്കേണ്ടത്. മറിച്ച് ചെറിയ പ്രായം മുതൽ തന്നെ ധാർമ്മിക വിദ്യാഭ്യാസം മദ്രസകൾ വഴി ലഭിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് ഇഫക്റ്റീവ് ആയിരുന്നുവെങ്കിൽ അവർ ഇത്തരത്തിലുള്ള അധാർമികമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാനേ പാടില്ല എന്നുള്ളതാണ് ജലീലിൻ്റെ പോയിന്റ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് തന്നെ മദ്രസ വിദ്യാഭ്യാസം ഒരുപക്ഷെ ഇൻഇഫക്റ്റീവാണ്, അതിന് വേണ്ട രീതിയിലത്തേക്കുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ്. അതിന് കാരണമായിട്ട് അദ്ദേഹം തന്നെ പറയുന്നത്, പണം ലഭിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാകുന്ന ആൾക്കാരുണ്ട്.
അത്തരത്തിലുള്ള ചെയ്തികളിൽ നിന്ന് ആൾക്കാരെ തടയുകയും പിന്തിരിപ്പിക്കുകയും ചെയ്യേണ്ടുന്നത് ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതല്ല എങ്കിൽ ധാർമ്മിക വിദ്യാഭ്യാസം നൽകുന്ന അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ്. മദ്രസയിലെ വിദ്യാഭ്യാസം കൂടുതൽ ഇഫക്റ്റീവ് ആയിരുന്നുവെങ്കിൽ അത് സാധിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സാധിക്കാതിരിക്കുന്നതിൻ്റെ കാരണം പണത്തിനോടുള്ള ആർത്തി വർദ്ധിക്കുന്നത് ഒക്കെ തന്നെ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ ഇൻഇഫക്റ്റീവ്നെസ്സിനെയാണ് കാണിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. വന്ന് ഇന്നത്തെ യുവാക്കൾക്ക് ആരെ വിശ്വസിക്കണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ട്രസ്റ്റ് ഇഷ്യൂ പോലുമുണ്ട് എന്ന് ശ്രീ ജലീൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പല ക്രിമിനൽ കേസുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഒരു കുടുംബത്തിൽ നിന്ന് ലഹരിയുടെ സ്വാധീനത്താലോ മറ്റെന്തെങ്കിലും കാരണത്താലോ മറ്റ് കുടുംബാംഗങ്ങളെ എല്ലാവരെയും തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ എന്ത് തരത്തിലുള്ള ധാർമ്മികതയാണ് അവരുടെ ജീവിതത്തിൽ പുലർത്തിയിട്ടുള്ളത്, മറ്റുള്ള ആൾക്കാർക്ക് ആ കുട്ടിയെ നല്ല വഴിയിലേക്ക് നേരായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നതിന് എത്രത്തോളം ഇഫക്റ്റീവായിട്ട് ഇടപെടാനായിട്ട് സാധിച്ചിട്ടുണ്ട് തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം തന്നെ കേവലം ഒരു മതത്തിൻ്റെ ബ്രാക്കറ്റിൽ നിന്ന് ചിന്തിക്കേണ്ടതല്ല, മറിച്ച് അതൊരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ വിഷയത്തിനെ കൂടിയാണ് ശ്രീ ജലീൽ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. എന്നിട്ട് അത്തരം മേഖലകളിലേക്ക് പോകുന്നതിൽ നിന്ന് ധാർമ്മിക വിദ്യാഭ്യാസം ലഭിക്കുന്ന മുസ്ലിം കുട്ടികൾ പിന്തിരിപ്പിക്കപ്പെടേണ്ടതാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പോയിൻ്റാണ് ഇവിടെ ഏറ്റവും കൂടുതൽ റെലവൻ്റ് ആയിട്ടുള്ളത്. അത് ഉണ്ടാകുന്നില്ല എന്നുള്ളിടത്താണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനൊരു എതിരഭിപ്രായമുണ്ട് എന്ന്. ഇവിടെ വിമർശനം സത്യത്തിൽ ഇസ്ലാം മതത്തിനോടോ മുസ്ലിങ്ങളോടോ അല്ല, മറിച്ച് മതപണ്ഡിതരോടാണ്. മദ്രസകളിലും മറ്റും വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ധാർമ്മിക ബോധനം നടത്തേണ്ടുന്ന മദ്രസ അധ്യാപകർ അവരുടെ ജോലി വളരെ കൃത്യമായ രീതിയിൽ ചെയ്തിരുന്നുവെങ്കിൽ പണത്തിനോടുള്ള ആർത്തി, അതേപോലെ തന്നെ മതനിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യുന്നതിൽ നിന്ന് ആൾക്കാർ ധാർമ്മികമായി തന്നെ തടയപ്പെടും എന്നുള്ളതാണ് ഏറ്റവും കാതലായിട്ടുള്ള മാർഗം. അതുകൊണ്ട് തന്നെ പ്രാക്ടീസിങ് മുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തി വളരെ പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിൽ ഒരു വിമർശനം പറയുമ്പോൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മദ്രസ പഠനത്തിൽ ഉൾപ്പെടെ ധാർമ്മിക ബോധനത്തിൽ ഉൾപ്പെടെ വരുത്തിയതിന് ശേഷം ഈ പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റി മൊത്തത്തിൽ ശ്രമിക്കേണ്ടത്. അങ്ങനെയുള്ള ശ്രമം ഉണ്ടാകാതെ കേവലം ഈ അഭിപ്രായം പറയുന്ന ആളിനെ രാഷ്ട്രീയമായിട്ട് ആശയപരമായിട്ട് ഒക്കെ ആക്രമിക്കാൻ നിന്നു കഴിഞ്ഞാൽ ഒരു ഫലവും എങ്ങും ഉണ്ടാവില്ല എന്നുള്ളത് ഇവർ തന്നെ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ട് മുസ്ലിം മതപണ്ഡിതർ ഈ ഒരു വിഷയം മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വളരെ പോസിറ്റീവായിട്ട് സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് ആദ്യമായിട്ടൊന്നുമല്ല ശ്രീ ജലീൽ ഈ രീതിയിലത്തേക്കുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വിമർശനം പറയുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹവാല ഇടപെടലുകളാണെങ്കിലും ലഹരി കടത്താണെങ്കിലും അതേപോലെ തന്നെ സ്വർണ്ണക്കടത്താണെങ്കിലും ഒക്കെ തന്നെ കൂടുതലായിട്ട് ചെയ്തു വരുന്നുണ്ട്. ആ പ്രവണത തടയുന്നതിൻ്റെ ഭാഗമായി ഇതെല്ലാം തന്നെ മതനിഷിദ്ധമാണ് എന്നൊരു മതവിധി പാണക്കാട് തങ്ങൾ തന്നെ പ്രഖ്യാപിക്കണം എന്നൊക്കെ മുൻപ് ആവശ്യപ്പെട്ടിട്ടുള്ളയാളാണ് ശ്രീ ജലീൽ. ജലീലിനോട് നമുക്ക് രാഷ്ട്രീയമായിട്ട് ആശയപരമായിട്ട് പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹം ഒരു സമുദായത്തിനെ മൊത്തത്തിൽ നന്നാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പറയുന്ന വളരെ പോസിറ്റീവായിട്ട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അദ്ദേഹത്തിനെ കേവലം ആശയത്തിൻ്റെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ എതിർത്ത് തോൽപ്പിക്കേണ്ടതല്ല ഇവിടുത്തെ യഥാർത്ഥ സാഹചര്യം എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ സാമൂഹ്യ ജീവികൾ എന്ന രീതിയിലത്തേക്കുള്ള വിജയം. മതം അനുശാസിക്കുന്ന കാര്യങ്ങൾ ഒരാൾ വ്യക്തിജീവിതത്തിൽ പുലർത്തുന്നതിന് അയാൾക്ക് എത്രത്തോളം വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ആൾക്കാർ മനസ്സിലാക്കുക എന്നതും പ്രധാനമാണ്. ഈ അടുത്തിടെ നമ്മൾ കണ്ടതാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കളിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോളറായിട്ടുള്ള മുഹമ്മദ് ഷമി കളിക്കിടെ മൈതാനത്ത് വെച്ച് വെള്ളം കുടിക്കുന്ന സമയത്ത് അത് വളരെ വലിയ രീതിയിലത്തേക്കുള്ള വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. അതിൻ്റെ കാരണമായിട്ട് ആൾക്കാർ പറയുന്നത് ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുണ്യമാസമായിട്ടുള്ള റംസാനാണ്. ആ റംസാൻ മാസത്തിൽ ആൾക്കാർ നൊയമ്പ് അനുഷ്ഠിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നൊയമ്പെടുക്കുന്ന സമയത്ത് അവർക്ക് ജലപാനം പോലും നിഷിദ്ധമാണ്. എന്നാൽ ഒരു കായിക താരമാണ് മുഹമ്മദ് ഷമി എന്നതോ അദ്ദേഹം നാഷണൽ ഡ്യൂട്ടിയിലാണ്, രാജ്യത്തിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്, ഹയസ്റ്റ് ലെവലിൽ രാജ്യത്തിനെ അദ്ദേഹം പ്രതിനിധീകരിക്കുകയാണ് എന്നീ കാര്യങ്ങളെപ്പറ്റിയോ വിമർശിക്കുന്ന ആൾക്കാർ തെല്ലും ചിന്തിക്കുന്നില്ല. അപ്പോൾ അവരുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യം ഒരു വ്യക്തി മതശാസന അതേപോലെ തന്നെ പിന്തുടരുക എന്നുള്ളതാണോ, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് അല്ല, മറിച്ച് മതശാസന എന്താണോ അത് അദ്ദേഹം നിർബന്ധമായും ചെയ്തിരിക്കണം എന്ന രീതിയിലത്തേക്കാണോ, അതോ രാജ്യത്തിൻ്റെ താല്പര്യമാണോ ഇതിൽ പ്രധാനം എന്നീ കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്. മത്സരങ്ങളോ പ്രാക്ടീസോ ഒക്കെ ഉള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഡെയിലി റുട്ടീൻ എന്താണോ, അദ്ദേഹത്തിൻ്റെ തൊഴിൽ അദ്ദേഹത്തിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത് എന്താണോ അതിനനുസരിച്ച് തൻ്റെ ചിട്ടകളെ ക്രമീകരിക്കുന്നതിനും തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് രൂപപ്പെടുത്തിയെടുക്കുന്നതിനും ഒക്കെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് എന്നത് മനസ്സിലാക്കുക. ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം മുഹമ്മദ് ഷമിയുടെ മകൾ ഐറ ഹോളി ആഘോഷിക്കുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ടും പല മതപണ്ഡിതന്മാരും മറ്റുള്ള വ്യക്തികളും ഒക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ പറയുന്നത് അനിസ്ലാമികമായിട്ടുള്ള ആഘോഷങ്ങളൊന്നും തന്നെ ഇവർ ആചരിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് പുണ്യമാസമായിട്ടുള്ള റംസാനിൽ അവരാരും തന്നെ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ്.
അവിടെയും മതസാഹോദര്യം എന്ന് പറയുന്നത് എന്താണ്, മതമൈത്രി എന്താണ് എന്നുള്ള എഡ്യൂക്കേഷനാണ്, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ടീച്ചിങ് ആണ് ഇത്തരത്തിലുള്ള വിമർശകർക്ക് ആവശ്യമുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല കണ്ടതേയുള്ളൂ. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് പല മുസ്ലിം ആരാധനാ കേന്ദ്രങ്ങളിൽ, പള്ളികളിൽ നിന്നൊക്കെ തന്നെ അവിടെ പൊങ്കാലയിടാൻ വരുന്ന സ്ത്രീകൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുത്തു എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നമ്മൾ വ്യാപകമായിട്ട് പോസ്റ്റുകൾ പ്രചരിക്കുന്നത് കണ്ടതാണ്. അത് വളരെ നല്ല കാര്യമാണ്, നമ്മൾ അംഗീകരിക്കേണ്ടുന്ന കാര്യമാണ്. നമ്മുടെ ഒരു സാമുദായികമായിട്ടുള്ള ഹാർമണി നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി നമ്മളെല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണത്. അതേപോലെ തന്നെ ഈ റംസാൻ മാസം മുസ്ലിങ്ങൾ നോമ്പ് നോക്കുമ്പോൾ അവരുടെ ഒപ്പം ജോലി ചെയ്യുന്ന, അവരുടെ ഒപ്പം പഠിക്കുന്ന ഇതര മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പോലും അവർക്ക് ഒരു മോറൽ സപ്പോർട്ട് എന്ന രീതിയിലത്തേക്ക് നോയമ്പ് നോക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഇതര മതവിഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാരാണ് എങ്കിലും റംസാൻ നോയമ്പ് നോക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ തന്നെ ഒരു സാഹോദര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു ചോയ്സിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന ഇതര മതവിഭാഗക്കാർക്ക് ഒരു മുസ്ലിം ആചാരം അനുഷ്ഠിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. അതേപോലെ തന്നെ ഒരു മുസ്ലിം മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ഒരു ആഘോഷം ആചാരപൂർവ്വം ബഹുമാനപൂർവ്വം അനുഷ്ഠിച്ചാൽ അതും ഒരു സാഹോദര്യത്തിൻ്റെ ഭാഗമായി, മതമൈത്രിയുടെ ഭാഗമായി കാണേണ്ടതാണ്. അതല്ലാതെ അതിലൊന്നും തന്നെ ഹാലിളകേണ്ടുന്ന കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് പ്രധാനം. മുൻ ഇന്ത്യൻ ക്രിക്കറ്ററായിട്ടുള്ള യൂസഫ് പഠാൻ ഉൾപ്പെടെ ഹോളി ആഘോഷം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇവരെല്ലാവരും തന്നെ ഒരു മൾട്ടി കൾച്ചർ അനുഭവിച്ചിട്ടുള്ള, ഒരു ക്രോസ് കൾച്ചർ ബെനിഫിറ്റുകളൊക്കെ തന്നെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് ദേശീയ ടീമിലേക്കൊക്കെ വരുന്ന സമയത്ത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള, പല മതവിശ്വാസത്തിലുള്ള, പല സംസ്കാരങ്ങൾ പിന്തുടരുന്ന നിരവധി ആൾക്കാരുടെ ഒരു അമാൽഗമേഷനാണ് ഒരു ദേശീയ ടീമിലൊക്കെ തന്നെ സംഭവിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഹൃദയവിശാലത ഉണ്ടാവുകയും മറ്റുള്ള ആൾക്കാരുടെ സംസ്കാരത്തിനെ കൂടി നമ്മൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടും നമ്മുടേത് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമൊക്കെയുള്ള ഒരു മാനസികാവസ്ഥ, ഒരു ഹാർമണിയൊക്കെ തന്നെ ആ സമയത്ത് ഉണ്ടായി വരികയും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതര മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ആചാരങ്ങളെല്ലാം തന്നെ ആഘോഷിക്കുന്നതിനും അവരുടെ ഉത്സവങ്ങളിലെല്ലാം തന്നെ ഒന്നിച്ച് പങ്കെടുക്കുന്നതിനുമൊക്കെ തന്നെ സാധിക്കുന്നത് പോലും. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും വളരെ മോശമായിട്ടുള്ള സാമൂഹ്യ സാഹചര്യം, വർഗീയമായിട്ടുള്ള പല പ്രസ്താവനകൾ ഒക്കെ തന്നെ ആവർത്തിച്ചു വരുന്ന സമയത്ത് നമ്മൾ പ്രദർശിപ്പിക്കേണ്ടത് കൂടുതൽ മതസാഹോദര്യമാണ്, കൂടുതൽ മതമൈത്രിയാണ്, കൂടുതൽ സഹിഷ്ണുതയാണ്, കൂടുതൽ സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മതാചാര പ്രകാരമുള്ള ആഘോഷങ്ങളിൽ പൂർണ്ണമായ താല്പര്യത്തോടുകൂടി പങ്കെടുക്കുന്നതിനോടൊപ്പം തന്നെ ഇതര മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങളിലും ഭക്തിപൂർവ്വം, പ്രാർത്ഥനാപൂർവ്വം, സ്നേഹത്തോടുകൂടി പങ്കെടുക്കാനുള്ള ഹൃദയവിശാലത നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.